സൂറത്തിൽ ബിജെപി സ്ഥാനാർത്ഥിയെ വിജയിയായി പ്രഖ്യാപിച്ചു. സ്വതന്ത്ര സ്ഥാനാർത്ഥികൾ പത്രികകൾ പിൻവലിച്ചതോടെയാണ് മുകേഷ് ദലാലിന്റെ വിജയം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. സൂറത്ത് കളക്ടർ സർട്ടിഫിക്കറ്റ് കൈമാറി. വിജയം മാച്ച് ഫിക്സിംഗ് എന്ന കോൺഗ്രസ് ആരോപണം. ഒന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനം കുറഞ്ഞതിൽ അവലോകനം നടത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കനത്ത ചൂട് വോട്ടെടുപ്പിനെ ബാധിച്ചുവെന്ന വിലയിരുത്തലുണ്ട്. വോട്ടെടുപ്പിന്റെ സമയക്രമത്തിൽ മാറ്റം വേണമോ എന്നതുൾപ്പെടെ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന് തിരിച്ചടി. വീഡിയോ കോൺഫറൻസിംഗിലൂടെ ഡോക്ടർമാരുമായി ചർച്ച നടത്താൻ അനുവദിക്കണമെന്ന ആവശ്യം തള്ളി. ഡൽഹി റൌസ് അവന്യൂ കോടതിയാണ് കെജ്രിവാളിന്റെ ഹർജി തള്ളിയത്. കോട്ടയത്തെ UDF സ്ഥാനാർത്ഥി ഫ്രാൻസിസ് ജോർജിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. നാമനിർദ്ദേശ പത്രികയ്ക്കൊപ്പം നൽകിയ സത്യവാങ്മൂലത്തിൽ 12 കോടിയുടെ സ്വത്ത് വിവര കണക്ക് മറച്ചുവെച്ചു എന്നാണ് പരാതി. എറണാകുളം വൈക്ല സ്വദേശി മൈക്കിൾ ജെയിംസ് ആണ് പരാതി നൽകിയിരിക്കുന്നത്. പത്തനംതിട്ട മെഴുവേലിയിലെ കള്ളവോട്ട് വിവാദത്തിൽ വിശദീകരണവുമായി പഞ്ചായത്ത് അംഗം ശുഭാനന്ദൻ. വീട്ടിൽ വോട്ട് ചെയ്യിച്ച ദിവസമോ അതിനടുത്ത ദിവസങ്ങളിലോ അന്നമ്മയുടെ വീട്ടിൽ പോയിട്ടില്ല. മാനനഷ്ടത്തിന് കോടതിയെ സമീപിക്കും. പരാതി നൽകിയവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ശുഭാനന്ദൻ. പത്തനംതിട്ടയിലെ കള്ളവോട്ടിൽ ഉദ്യോഗസ്ഥർക്കെതിരെ അന്നമ്മയുടെ മകൾ. 94-കാരി അന്നമ്മയുടെ പേരിനുമേൽ മരിച്ചു എന്ന് രേഖപ്പെടുത്തിയ പട്ടികയുമായാണ് ഉദ്യോഗസ്ഥർ വന്നത്. വോട്ട് ചെയ്യിച്ച ശേഷം അതിൽ മാർക്ക് ചെയ്ത് കൊണ്ടുപോയി. ഒന്നും അറിയില്ല എന്നും വോട്ട് ചെയ്ത അന്നമ്മ മാതൃഭൂമി ന്യൂസിനോട്.